ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ദോശയും മത്തിക്കറിയും. അപ്പോൾ നമ്മുടെ ജക്കിക്കുട്ടി മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കും എനിക്കും കൂടെ ഉള്ള ദോശയൊക്കെ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ലൈക്ക് ഒന്ന് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പാത്രം കഴുകലും ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അലക്കാനുള്ളത് എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം അലക്കാനും മുറ്റടിക്കാനും ഇപ്പോൾ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെയിൽ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചെറിയൊരു വെയിൽ കൊള്ളുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ. അപ്പോൾ അത് അലക്കാനുള്ളതൊക്കെ ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. ഡെയിലി അലക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കുറേയൊന്നും ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ മാത്രം കുറച്ച് കൂടുതലുണ്ടാവും. ഷെഫീഖാൻ്റെ പണി ഡ്രസ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ. അലക്കാനുള്ളതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പം നല്ല നല്ല എന്താ പറയുക പൊടിയാണ്. അതുപോലെ തന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പോലെ ഇലയും വീഴും കേട്ടോ. ഇതുപോലെ രാവിലെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ആകും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ റോഡിൻ്റെ ഒരു പകുതി മുതൽ തന്നെ അടിക്കുന്നുണ്ട്. മേലേക്കൊന്നും അങ്ങനെ പോകലില്ല. മേലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അടിച്ചു വാരി കൂട്ടി കത്തിക്കുക എന്നല്ലാതെ ഡെയിലി റോഡ് മുഴുവനായിട്ട് അടിച്ചു വാരാനൊന്നും നിൽക്കലില്ല കേട്ടോ. റോഡിൻ്റെ പകുതി മുതൽ അങ്ങോട്ട് അടിക്കും. പിന്നെ ഇതൊക്കെ അടിച്ചു വാരി കൂട്ടി ആദ്യമൊക്കെ ഞാൻ ഗ്രോ ബാഗിൽ നിറക്കുമായിരുന്നു. അപ്പോൾ ഗ്രോ ബാഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നിറച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് കൂട്ടി വെച്ചിട്ട് അങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ ചെയ്യൽ. കത്തിച്ചിട്ട് ആ ചാരം കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ അതും നല്ലതാണ്. ആദ്യം തൈ ആകുമ്പോഴല്ല, കുറച്ചൊന്ന് വളർന്നതിന് ശേഷം. പിന്നെ ഇപ്പോൾ അതാ സൈഡ് ഭാഗത്തുള്ള മുറ്റം കൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ആ വശത്ത് പിന്നെ അധികം ഇപ്പം തന്നെ വെയിൽ വരില്ല കേട്ടോ. വെയിൽ അധികം വൈകുന്നേരം അങ്ങനെ ഉണ്ടാവലില്ല ഈ ഒരു വശത്തേക്ക്. ഫ്രണ്ടിൽ മാത്രമാണ് നല്ല വെയിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ അലക്കാനുള്ളതും കൂടെ അലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജക്കിക്കുട്ടീൻ്റെ ഷൂ ഒക്കെ ഒന്ന് കഴുകി വെക്കാൻ കേട്ടോ. സ്കൂളിലേക്ക് ഇടുന്ന ഷൂ ഒക്കെ നല്ല എന്താ ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പം പൊടി ആയതുകൊണ്ട് തന്നെ ഷൂ ഒന്നും കാണാനും പറ്റില്ല. അങ്ങനത്തെ സ്ഥിതി ആയിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ പ്രാക്ടീസും കൂടെ ആയതുകൊണ്ട് ഡാൻസിൻ്റെ ഒക്കെ പ്രാക്ടീസ്, ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എരപ്പായിട്ടുണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ബക്കറ്റൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. നമ്മൾ അലക്കാനെടുത്ത ബക്കറ്റൊക്കെ ഡെയിലി നല്ലപോലെ കഴുകണം. സോപ്പും ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ആകെ കുത്തും പുള്ളിയൊക്കെ വീണിട്ട് പിന്നെ നമുക്കത് കഴുകാതായി തൊടാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും ബക്കറ്റൊക്കെ, പ്രത്യേകിച്ച് അലക്കാനെടുക്കുന്നതൊക്കെ. നമ്മൾ വീട്ടിലുള്ള എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്ത് പണി ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ ഓരോരോ പാഠങ്ങളും ഉണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. അലക്കുകയാണെങ്കിലും പിന്നെ പാത്രം കഴുകുകയാണെങ്കിലും അതുപോലെ അടിക്കുക, തുടയ്ക്കുക, ഇതിലൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണികളും എളുപ്പമാവും. പിന്നെ നമ്മളെ വീട്ടുപകരണങ്ങളൊക്കെ അധികം നാശമാവാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും.
പിന്നെ ഇപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ അലക്കുന്ന അവിടെ അത്യാവശ്യം കാടൻ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പുല്ല് അടഞ്ഞിട്ടുണ്ട്. ഇത് പറിച്ചാലും കിട്ടൂല, കുത്തിയാലും കിട്ടൂല എന്ന് പറഞ്ഞ പോലത്തെ പുല്ലാണ്. അപ്പോൾ അതിങ്ങനെ തടഞ്ഞ് നിന്നിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കൈക്കോട്ട് എടുത്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. കൈക്കോട്ടാണെങ്കിൽ വലിയ പിടി ആയതുകൊണ്ട് തന്നെ അവിടെ ഒതുങ്ങുന്നുമില്ല. എങ്ങനെയൊക്കെയോ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അതൊന്ന് കൊത്തി ഒരു ചാല് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം പുല്ലൊക്കെ ഇനിയും പറിക്കാനുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ അന്ന്. നമുക്ക് നാരിയത്ത് സ്വലാത്ത് ഉണ്ട്. നമ്മളിവിടെയുള്ള ഈ വശത്തുള്ള പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് എല്ലാ വ്യാഴാഴ്ചയും ദിക്റ് നടത്തലുണ്ട് ഓരോ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ദിവസം നാരിയത്ത് സ്വലാത്തും ചെല്ലും മാസം അവസാനം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ ഇന്നുണ്ട്. 12 മണി അല്ല 11:30 ആകുമ്പോൾ പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പുല്ലും കാടും പറിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സമയം പോണത് അറിയില്ല. അപ്പോൾ അതാ പെട്ടെന്ന് ബാക്കിയുള്ള പണിക്ക് നിൽക്കുകയാണ്. ബാക്കിയുള്ള പണിയെന്ന് വെച്ചാൽ ഇനി കുളിക്കണം, ഒരുങ്ങണം. അപ്പോൾ അതാ നമ്മുടെ സക്കിയ കുട്ടീനെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ച് ഒരുങ്ങി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങൾ പറയുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.